ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇത് മൂന്ന് നിർബന്ധമായിട്ടും വേണം. ഇതുവരെ തീരെയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. വിവോന്റെ പുതിയൊരു സ്മാർട്ട് ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോണില്ല. അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യുക. ഏപ്രിൽ 12 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വിവോന്റെ V70 FE എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത് ഡിമെൻസിറ്റിന്റെ 7360 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും 4 nm ചിപ്സെറ്റ് വെച്ചിട്ട്, പിന്നെ 12 GB റാം, 50 മെഗാപിക്സലിലെ ക്യാമറ അല്ല, 200 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിലെ പോർട്രേറ്റ് ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ പോരാത്തതിന് ഫ്ലാഷിൻ്റെ അവിടെ ഓറ ലൈറ്റ് ഉണ്ട്. ഓറ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റുഡിയോയിലുള്ള ലൈറ്റ്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലത്തെ ഒരു ലൈറ്റൊക്കെ നമുക്ക് ഇതിലും ഈ വിവോൻ്റെ V70 FE ചെയ്യാനും പറ്റും. പിന്നെ ഇത് 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 12 GB റാം, 7000 mAh ബാറ്ററി, 90 വാട്ട്സിൻ്റെ ചാർജർ, 1.5K റെസൊല്യൂഷനൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈപ്പാസിൻ്റെ ചാർജിങ്ങും ഇതിൽ വരുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ നല്ലൊരു ഫോൺ കൂടെ. പ്രൈസ് ഒരു 30,000 രൂപക്കാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും ഏപ്രിൽ 12 ലോഞ്ചിങ്. അപ്പോൾ റെൻഡറൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. പിന്നെ പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം. ആപ്പിളേക്ക് ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയേണ്ട, ആപ്പിൾ യൂസേഴ്സിനുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ്. അതായത് iOSന്റെ 27 അപ്ഡേറ്റ് റെഡി ആവാൻ പോകുന്നത്. ജൂൺ 8 മുതൽ 12 വരെയാണ് അതിൻ്റെ ലൈവ് ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ലൈവ് ഈവൻറ്റിൽ ഒരുപാട് വലിയ വലിയ ഡെവലപ്പേഴ്സ് ഈ iOS 27 കുറിച്ചിട്ട് വർണ്ണിക്കും. അതൊരു കാര്യം. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് അതിൽ അവർ ഷെയർ ചെയ്യും. പിന്നെ അവർ തന്നെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനുശേഷമാണ് അവർ റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു എസ്റ്റിമേഷൻ അവർ പറയാനുള്ളത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഓടക്കിനും കൂടിയിട്ട് മിക്ക ഫോണുകളിലും iOS 27 റോൾ ഔട്ട് ആവും. പിന്നെ ഈ iOS 27 സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമുകളുണ്ട്, എക്കോ സിസ്റ്റമുണ്ട്. അതും പറയാം ഞാനിതിൽ. ആപ്പിൾ വാച്ച്, പിന്നെ ആപ്പിൾ ഫോണ്, ഐഫോണ്, പിന്നെ മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ, പിന്നെ മാക്ബുക്ക് അൾട്ര, പിന്നെ എന്തെങ്കിലും വിട്ടിട്ട് iMac വരെ iOS 27 വർക്ക് ചെയ്യും എന്നാണ് പറയണത്. തീർച്ചയായിട്ടും വർക്ക് ചെയ്യും, 100% ഒരു ഡൗട്ടും വേണ്ട. പിന്നെ പോരാത്തതിന് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇതിന് പേരിട്ടിരിക്കണതൊന്നും ഇതുവരെ റിവീലൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു തടാകത്തിൻ്റെ പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം നേരത്തെ iOS 26 ഒരു തടാകത്തിൻ്റെ പേരാണിട്ട്. ഇപ്രാവശ്യം iOS 27 ഏതെങ്കിലും ഒരു തടാകത്തിൻ്റെ, അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു തടാകത്തിൻ്റെ പേരൊക്കെ ആയിരിക്കും ഇതിൽ ഇവർ റിവീൽ ചെയ്യുക. പിന്നെ ഒരു സങ്കടപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് പ്രോ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അവരുടെ സ്വന്തം സിസ്റ്റം, അതായത് PC അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. 20 വർഷത്തിന് ശേഷമാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യണത്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ റെലവൻറ്റ് സോഴ്സായ മാർക്ക് ഗർമനാണ് ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് iMac വന്നതിന് ശേഷം, അല്ലെങ്കിൽ മാക്ബുക്ക് പ്രോ അല്ലെങ്കിൽ മാക്ബുക്ക് എയർ വന്നതിന് ശേഷം ഈ മാക്ബുക്കിൻ്റെ ഈ സിസ്റ്റം വലിയ കാര്യമായിട്ട് സെയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതും ഈ ഒരു പ്രൊഡക്റ്റ്, ഈ സിസ്റ്റം ഡിസ്കണ്ടിന്യൂ ആവാൻ പോകണം. അതിൻ്റെ പേര് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അടിയിൽ. വിവോൻ്റെ T5 Pro എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഏപ്രിലാണ് ലോഞ്ച് ചെയ്യുന്നത്. 30,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ടാഗ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അത് 144 Hz LTPS ഡിസ്പ്ലേ, പിന്നെ 9020 mAh ബാറ്ററി, 90 വാട്ട്സിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ IP68 IP69 റേറ്റിംഗും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നത്. അതും 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, പിന്നെ അത് 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് ചാടെ പറഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൺ മേടിക്കാവുന്നതാണ്. OnePlusന്റെ നോഡ് CE6 ലൈറ്റ്
ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത മാസം തന്നെയാണ് ലോഞ്ചിങ്. ഏപ്രിലിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഡിമെൻസിറ്റിൻ്റെ 6300 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.5 ഇഞ്ചിൻ്റെ LCD സ്ക്രീന്, 7000 mAh ബാറ്ററി, ചാർജിങ് സ്പീഡും ഏകദേശം 45 വാട്ട്സ് ഒക്കെ ചാർജിങ് സ്പീഡൊക്കെ ഉണ്ടാവുന്നതാണ് പറയാം. പിന്നെ ഇത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പിന്നെ UFS ആണെങ്കിൽ 2.2, പിന്നെ LPDDR4Xൻ്റെ റാം ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് 6GB റാം 128GB സ്റ്റോറേജ് വെച്ചിട്ട്, അല്ലെങ്കിൽ 8GB 256GB വേരിയൻ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങും. പിന്നെ 6GB 128GB വരാൻ പോകുന്നത് പ്രൈസ് 23,000 രൂപയാണ് വില വരാൻ പോകുന്നത്. 8GB റാമും 256GBൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും യവന്മാർ ഇതിൽ റിവീലൊന്നും ചെയ്തിട്ടില്ല. റെൻഡറൊക്കെ ഞാൻ ഇതിലിടാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlusൻ്റെ കാര്യം വളരെ ഷോക്കാണ്. 2026 OnePlus യൂറോപ്പിലും അതേപോലെ തന്നെ അമേരിക്കയിലും എടുത്തു കളയാൻ പോവുകയാണ്. കാരണം അവിടെ വലിയ ഒരു സെയിലൊന്നും അവിടെ നടക്കണില്ല എന്നാണ് പറയണത്. കാര്യങ്ങളൊക്കെ വളരെ ഷോക്കാണ്. അവരിപ്പം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവരുടെ ഒഫീഷ്യൽ സ്റ്റോറുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗറിലൊക്കെ അവർ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലായിരിക്കും. അപ്പോൾ US യൂസേഴ്സും അല്ലെങ്കിൽ ജർമ്മനി യൂറോപ്പിലൊക്കെ ഉള്ള യൂസേഴ്സിനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ചസും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഫോണ് ഒഫീഷ്യലായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിലും ഇതേ സെയിം സിനാരിയോ തന്നെയാണ്. അതായത് ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ, ഓഫ്ലൈനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോവാണ്. അതായത് ചിലപ്പോൾ എൻ്റെ ഒരു നിഗമനമാണ്, OnePlus അവരുടെ സർവീസ് സെൻ്ററൊക്കെ നിർത്തുമെന്നാണ് പറയണത്. കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ OnePlusൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പോ തന്നെയാണ് കൊടുക്കുന്നത്. ഇവരുടെ ബടാബാപ്പാണ് ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നതും ഹാർഡ്വെയറും കൊടുക്കുന്നതും. മിക്ക ആൾക്കാർക്ക് അറിയാം, OnePlus ഉപയോഗിച്ച എല്ലാവർക്കും അറിയാം, അവർക്ക് ബ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫോണാണ്. അത്രയും ഹൈ എൻഡ് ഫോണുകൾ വരെ ഇവൻ ഓപ്പോൻ്റെയും അല്ലെങ്കിൽ വിവോൻ്റെ ഒക്കെ ഒപ്പം എത്താൻ പറ്റിയ ഒരു കമ്പനി ഇപ്പോൾ 8 നിലക്കും തകർന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ OnePlusൻ്റെ സർവീസ് സെൻറ്റർ നിർത്തിയിട്ട് യവന്മാർ ഇതൊക്കെ ഓപ്പോൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് മാറ്റുമെന്നാണ് കേട്ടത്. ഇതൊരു റൂമറും കൂടെയാണ്. അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ OnePlusൻ്റെ പുതിയ ഫോണുകളുണ്ട്, OnePlus Nord 6 ആയാലും OnePlus 15 ഒക്കെ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവല് സാധനം തന്നെയാണ്. 2025 ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus 15 തന്നെയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനം. പക്ഷെ OnePlus ഇങ്ങനെ ഒരു ഡൗൺഫോൾ ഉണ്ടാവും എന്ന് ഞാൻ ഒട്ടും കരുതിയിട്ടില്ല ഈ 2026. അതാണ് എനിക്ക് നിങ്ങളോട് ശരിക്കും പറയാനുള്ളത്. ഭയങ്കര സങ്കടമുണ്ട്. അവർ ശരിക്കും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ OnePlus വേറെ ലെവലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണാവോ പറ്റിയെന്നുള്ളത് ദൈവതമ്പുരാനും മാത്രമേ അറിയുള്ളൂ. മോട്ടറോളൻ്റെ Razr 70 Ultra'യുടെ റെൻഡർ ഞാൻ ഇതിലിടാം, പോയിട്ട് കാണാം. ഇതൊരു FIFA എഡിഷനൊക്കെ ആയിട്ടായിരിക്കും ഇറങ്ങുമെന്നാണ് പറയണത്. റെൻഡറും കാര്യങ്ങളൊക്കെ ഇടാം. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്പ് സെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങാമെന്നാണ് പറയണത്. ഇറങ്ങിയാൽ അത്രയും നല്ലത്. കിടുക്കാച്ചി സാധനമാണ്. മോട്ടറോളയാണ്, ഒരു രക്ഷയല്ല. ഇത് 165 ഹെർട്സ് ആയാലും 144 ഹെർട്സ് ആയാലും അത് LTPO ഡിസ്പ്ലേ ആണെങ്കിൽ പിന്നെ വേറെ ലെവൽ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. Razr എന്ന് പറയുന്നത് മോട്ടറോളൻ്റെ വേറെ ഒരു കിഡിലോൾസ്കി മോഡലും കൂടെ. പിന്നെ ഇതൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗൂഗിളിൻ്റെ ജെമിനിയിൽ ഇനി ഇമേജസ് ഉണ്ടല്ലോ, അതിൽ ഇനി നമുക്ക് ജെമിനിനായിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. ജെമിനി സംസാരം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എന്താണ് ഷർട്ടിൻ്റെ കളറ്, എന്താണ് ഇന്നത്തെ കാലാവസ്ഥയുടെ അവസ്ഥ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അത് മാത്രമല്ല, ഗൂഗിൾ ലെൻസിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗൂഗിൾ ലെൻസിൽ നമുക്ക് ഇനി ജെമിനിനായിട്ട് സംസാരിക്കാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജെമിനിനായിട്ട് സംസാരിക്കാം. ഡയറക്റ്റ്ലി ജെമിനി ആപ്ലിക്കേഷനിൽ പോവാണ്ട് തന്നെ ഗൂഗിൾ ലെൻസിൽ പോയിട്ട് നമുക്ക് ജെമിനിനായിട്ട് സംസാരിക്കാം. പിന്നെ പോരാത്തതിന് ഗൂഗിൾ ലെൻസിൽ ഇനി നാനോ ബനാന 2ൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവരും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഞാൻ പറയാണ്, നാനോ ബനാന 2ൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്.
സാധാരണ നമ്മളെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെമിനായി തുറന്നിട്ട് നമ്മളൊരു പിക്ചർ അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ AI വെച്ചിട്ടാണ് പ്രോംപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പ്രോംപ്റ്റ് ചെയ്യണ സമയത്തായിരിക്കും നമ്മളെ പിക്ചർ AI പ്രൊഡ്യൂസ് ചെയ്യുക. ഇതേ സെയിം സംഭവം തന്നെ ഇനി ഗൂഗിൾ ലെൻസിലും ചെയ്യുക. നിങ്ങൾ ഡയറക്റ്റ്ലി ജെമിനൈൻ്റെ സോഫ്റ്റ്വെയറിൽ പോവാണ്ട് ഗൂഗിൾ ലെൻസിൽ പോയിട്ട് അവിടെ ഒരു നാനോ ബനാനയുടെ ചിഹ്നം കാണാം. ലാസ്റ്റിൽ പോയിട്ട് അവിടെ പ്രസ് ചെയ്യുക. അവിടെ നിങ്ങളുടെ പിക്ചർ അപ്ലോഡ് ചെയ്യുക. പിക്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോംപ്റ്റ് ചെയ്യും, പിന്നെ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ കിഡിലോൾസ്കി അപ്ഡേറ്റും കൂടെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അപ്ഡേറ്റ് ഉണ്ട്, അതായത് ഗൂഗിളുടെ ഗൂഗിൾ അമ്മാവൻ, അതായത് സുന്ദർ പിച്ചായിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഗൂഗിളുടെ ടർബോ ക്വാണ്ട് എന്ന് പറയുന്ന ഒരു ആൽഗോറിതം വരാൻ പോകുന്നുണ്ട് മക്കളെ. അടിപൊളി ആൽഗോറിതമാണ്. അതായത് നമുക്ക് ഈ ആൽഗോറിതത്തിൽ സെർച്ച് എഞ്ചിന് കുറച്ചും കൂടെ ഈസി ആക്കാൻ പോവുകയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ ലെസ് കൺസപ്ഷൻ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 6 times കൺസപ്ഷൻ, ലെസ് കൺസപ്ഷൻ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് അൽഗോരിതത്തിൽ കൂടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ടാണ് ഗൂഗിൾ ടർബോ ക്വാണ്ട് ഇറങ്ങാൻ പോകുന്നത്. അതൊന്ന് കേട്ടത് ഉള്ളൂ. അതാ റാമിൻ്റെ കമ്പനിക്കാരൊക്കെ പ്രൈസും കുറച്ചിട്ടുണ്ട്. LPDDR5ൻ്റെ വില ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അവരൊന്ന് ഒരു ന്യൂസ് ഒന്ന് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിൽ തന്നെ റാമിൻ്റെ വില കുറച്ചിട്ടുണ്ട്. $350 ആയിരിക്കണം ഇപ്പോൾ റാമിൻ്റെ വില എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ചെറിയ അൽഗോറിതം ഉണ്ടല്ലോ, AI അൽഗോറിതം, സെർച്ചിങ് എൻജിൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടിയിട്ട് പവർ കൺസപ്ഷൻ കുറക്കാൻ പോകണം. അത് ഹെവി പവർ കൊടുക്കാണ്ട് നമുക്ക് സെർച്ച് എൻജിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഹെവി ആയിട്ടുള്ള AI കാര്യങ്ങളുണ്ടല്ലോ, അതിന് നമുക്ക് ഹൈലി പ്രോസസ്സറും വേണം, ഹൈലി റാം ഉണ്ടെങ്കിൽ മാത്രമേ ഹെവി എൻജിൻ സെർച്ച് അൽഗോറിതം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൺട്രോൾ മാത്രമല്ല യൂസും ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി റാമിൻ്റെ വില കുറയും എന്നാണ് എനിക്ക് പ്രതീക്ഷ. കാരണം ഈ ഒരു 2026 ഞാൻ വീണ്ടും പറയണ റാമിൻ്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. AI കാരണത്താൽ സെർവറിൻ്റെ വില കൂട്ടി, റാമിൻ്റെ വില കൂട്ടി, അതേപോലെ തന്നെ പ്രോസസ്സറിൻ്റെ വിലയും കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടർബോ ക്വാണ്ട് വന്നതിന് ശേഷം റാം എന്തായാലും വില കുറയും. കുറച്ചും കൂടെ വില കുറയണം, എന്നാലാണ് സാധാരണക്കാരന് ഫോണോ അല്ലെങ്കിൽ PC ഡെസ്ക്ടോപ്പോ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൂഗിൾ ഇതേപോലത്തെ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സോണി കമ്പനിക്കാരെ മെമ്മറി കാർഡ് നിർത്താൻ പോവുക. കാരണം ഒരു ലാഭമല്ല എന്നാണ് പറയണത്. വലിയ ഹെവി കാർഡ്സുകൾ, CF എക്സ്പ്രസ് കാർഡ്സും അല്ലെങ്കിൽ XQD കാർഡ്സൊക്കെ നിർത്താൻ പോകണമെന്നാണ് പറയണത്. വളരെ ഡ്രാസ്റ്റിക്. ഇപ്പം ഇനി ആകെ ലെക്സാറോ അല്ലെങ്കിൽ നമ്മുടെ സാൻഡിസ്കായിരിക്കും ഇനി മെമ്മറി കാർഡ് ഉണ്ടാക്കുക. അവരുടെ കുത്തക കാലമായിരിക്കും. അവരെന്തായിരിക്കും വില ഇടുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മുന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മെമ്മറി കാർഡിൻ്റെ ഒക്കെ വിലയൊക്കെ 32 GB എത്ര 18 ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്ന കാലം. ഇപ്പൊക്കെ 32 GB-ന് 90 ദിറംസും 100 ദിറംസിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഹെവി കാർഡ്സുകളെ വില കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കണ്ണ് തള്ളുന്ന വിലകളാണ് ഇപ്പോൾ ഇട്ടിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ AI കാരണത്താലാണ് വില കൂട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ PS5ൻ്റെ ആക്സസറീസിനും PS5നും പ്രൈസ് ഹൈക്കിങ് കൂട്ടിയിട്ടുണ്ട്. ഈ അടുത്ത മാസമാണ് പ്രൈസ് ഹൈക്ക് ചെയ്യണത്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പം PS5 മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ മേടിക്കാന്നാണ് പറയണത്. ഡിസ്ക്, നോൺ ഡിസ്ക്, പിന്നെ അതേപോലെ പ്രോ വെർഷൻസിനും ഒക്കെ ഒരു പ്രൈസ് കൂട്ടുമെന്നാണ് പറയണത്. പിന്നെ അവരുടെ മറ്റേ കൺസോൾസ് ഉണ്ടല്ലോ, എന്താ പറയുക, നമുക്ക് നമ്മളെ ഈ VR-നൊക്കെ വില കൂട്ടും എന്നാണ് പറയണത്. VR മാത്രമല്ല PSP പോലത്തെ ഒരു സാധനം ഞാൻ പേരായിട്ട് മറന്നുപോയി. അത് നമുക്ക് PS5 ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ PS5 ഇപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ദുബായിലാണെങ്കിൽ PS5 അവിടെ നമ്മളെ നാട്ടിൽ ഓണാക്കുക, എന്നിട്ട് ഇവിടെ കൺട്രോൾ ചെയ്തിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. PSP പോലത്തെ ഒരു സാധനം അതിൻ്റെ വിലയും കൂട്ടുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റൊക്കെ ഞാൻ ഇതിലിടാം.
അപ്പോൾ 2026 ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഷോക്ക് ഫോർ എവരിബഡി. സാംസങ്ങിൻ്റെ Z Fold 8 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടാം. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ബൈ സാംസങ് ആണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 8 ഇഞ്ച് ഇന്നർ സ്ക്രീനും 6.5 ഇഞ്ച് കവർ സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 12 GB റാം, LPDDR5X ആണ് റാം വരുന്നത്. LTPO ഡിസ്പ്ലേ ആണ്. 2 ഡിസ്പ്ലേകളും 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 256 GB 512 GB 12 GB റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 1 TB 16 GB വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇറങ്ങാൻ പോകുന്നത്. ചാർജിങ് സ്പീഡ് ഏകദേശം ഒരു 60 വാട്ട്സ് ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. പിന്നെ 200 മെഗാപിക്സലിൻ്റെ ക്യാമറ, 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ 10 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. കാരണം ഇത് സാംസങ്ങിൻ്റെ സെൻസറാണ്. ഗാലക്സി S26 അൾട്രയുടെ അതേ ക്യാമറ സെൻസർ വെച്ചിട്ടായിരിക്കും ഇതും ഇറങ്ങുക. ഡിസൈനും ഏകദേശം അതേപോലെ ഒക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ക്രീസ്ലെസിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായിരിക്കും യവന്മാരുടെ തീരുമാനം എന്നുള്ളത്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. എന്തായിരിക്കും തീരുമാനം? ക്രീസ്ലെസ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അതേ സെയിം സംഭവം തന്നെ Z Fold 7 ഉള്ള അതേ ക്രീസ് തന്നെ ആയിരിക്കും ഇതിലും കൊണ്ടുവരും എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം സാംസങ് ആണ്. പിന്നെ ഇത് ഡൈനാമിക് AMOLED ഡിസ്പ്ലേയും വെച്ചിട്ടാണ് ഇറങ്ങുക. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രൈവസി ഫീച്ചറും കൂടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഹൈപ്പും ഇതിലുണ്ടാകുമോ എന്നാണ് എനിക്ക് സാംസങ്ങിനോട് ചോദിക്കാനുള്ളത്. കാരണം ഇതാരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ഇതിൽ പ്രൈവസി ഫീച്ചർ ഉണ്ടാകുമോ എന്നുള്ളത്, അതാണ് എനിക്കറിയേണ്ടത്. പിന്നെ ക്രീസ്ലെസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളത്. ബാറ്ററി എന്തായാലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പോണില്ല. ചാർജർ എന്തായാലും കൊടുന്നോ, പറയണ പോലെ 60 വാട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വയർലെസ് ആണെങ്കിലും 25 വാട്ട്സ് ആയാലും അത് എനിക്കൊരു പ്രശ്നമല്ലാത്തൊരു കാര്യമാണ്. അത് QI2 ആണെങ്കിൽ ഗ്രേറ്റ്. ചോദ്യം, 2 ചോദ്യങ്ങൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ക്രീസ്ലെസ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ പ്രൈവസി ഫീച്ചർ കൊണ്ടുവരും? ഇതിൽ രണ്ടും നിങ്ങൾ കൊണ്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? വിട്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ സാംസങ് ഒരു വൈഡ് സ്ക്രീനുള്ള ഒരു ഫോൾഡബിൾ ഫോണും കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. റെൻഡർ ഞാനിവിടെ ഇടാം. കാരണം ഇവർക്ക് ഐഫോണിനെ കട്ടയും മുൻപന്തിയിൽ എത്താൻ വേണമല്ലോ. അപ്പം അതുകൊണ്ട് അവർ നേരത്തെ ഇറക്കും ഒരു വൈഡ് ഫോണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്. ന്യൂസ് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും പറയണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.